ഇവിടെ നിന്ന് ഈ ക്ഷാമകാലത്ത് ഏകദേശം 3.25 ലക്ഷത്തോളം ടൺ ഭക്ഷ്യവിഭവങ്ങൾ ബ്രിട്ടനിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയ ഒരു സാഹചര്യവും അന്ന് നിലവിലുണ്ടായിരുന്നു. 1876 മുതൽ തുടർച്ചയായി ഉണ്ടായ 4 വർഷത്തെ കഠിന ക്ഷാമത്തിന് അത് 90 ലക്ഷം ആളുകളുടെ മരണത്തിന് കാരണമായി തീർന്നെങ്കിൽ അതിനുണ്ടായ കാരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. 3-4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ വലിയ ക്ഷാമത്തിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ഒന്ന് കാലാവസ്ഥയുടെ മൺസൂണിൻ്റെ വരവ് ഇല്ലാതായതാണ്. മറ്റൊന്ന് അതുമൂലമുണ്ടായ വരൾച്ച. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്ന ഭാരതം, അതിലേറ്റവും വിചിത്രം എന്ന് പറയാവുന്നത് ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മളെ ഭരിക്കുന്നു എന്നതിനെ കഴിഞ്ഞും നമ്മളെ ആശങ്കപ്പെടുത്തുന്നു അല്ലെങ്കിൽ കൗതുകകരമായിട്ട് തോന്നുന്നു ഒരു കമ്പനി, ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ മുഴുവൻ ഭരിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ നടപ്പാക്കിയ ഒരു നയത്തിൻ്റെ കൂടി വൈകല്യമാണ് ഇത്ര വലിയ ഒരു മനുഷ്യ മരണത്തിന് കാരണമായി തീർന്നത് എന്നുള്ളതാണ്. അത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഈ രാഷ്ട്രീയമായ കാരണങ്ങൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയവൈകല്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് ചൂഷണം ഉപാധിയായി നമ്മുടെ നാടിനെ അവർ ഉപയോഗിച്ചതിൻ്റെ ഒരു പരിണതഫലമായിട്ടാണ് ഇത്ര വലിയ ഒരു ക്ഷാമത്തിനും ഒരു പട്ടിണിക്കും ഇത്ര വലിയ ഒരു മോർട്ടാലിറ്റിക്കും കാരണമായി തീർന്നിട്ടുള്ളത്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കാലത്ത് ഒരു കമ്പനി ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ എങ്ങനെ ചൂഷണം ചെയ്തു എന്നതിൻ്റെ കൃത്യമായ ഒരു പാഠം നമുക്ക് ഈ വലിയ ഈ ക്ഷാമകാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അന്ന് ആളുകൾക്ക് സ്വന്തമായിട്ട് ഭക്ഷ്യോൽപാദനം നടത്തുന്നതിനുള്ള അനുവാദം ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ 90% ഈ അന്ന് ഭരിക്കുന്ന കമ്പനിക്ക് സമർപ്പിക്കേണ്ട ദയനീയമായ ഒരു അവസ്ഥ അന്ന് സംജാതമായിരുന്നു. ആളുകളെ അവരുടെ ഭക്ഷ്യ ഉൽപാദനം അത് നാണ്യ വിളകളുടെ ലാഭത്തിന് വേണ്ടിയുള്ള നാണ്യവിളകളുടെ ഒരു ഉൽപാദനത്തിലേക്ക് ഭരിക്കുന്ന സർക്കാർ അവർ ബലപ്രയോഗത്തിലൂടെ ആ ജനതയെ മാറ്റിയതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ക്ഷാമത്തെ നമ്മൾ കാണേണ്ടത്. അക്കാലത്തെ ഭക്ഷ്യ വസ്തുക്കൾ, ഭക്ഷ്യവിഭവങ്ങൾ നാണ്യ വിളകൾക്ക് വഴിമാറ്റി വിട്ടതിൻ്റെ ഒരു ഫലമായിട്ടും ഇത് സംഭവിച്ചു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായി കാണുന്നത്. ഭക്ഷ്യ ഉൽപാദന രംഗത്ത് അത് നെല്ലായാലും റാഗിയായാലും മറ്റ് മില്ലറ്റ്സുകളായാലും അതുപോലെ തന്നെ നിലക്കടല ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു നാട്ടിൽ അതിന് പകരമായിട്ട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരുത്തി കൃഷിയും അതുപോലെ തന്നെ ഇൻഡിഗോ അഥവാ പെയിൻറ്റ് ഡൈ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അമരി വൃക്ഷങ്ങളുടെ ഭക്ഷ്യ ആവശ്യത്തിനല്ലാതെ
ഇത്തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈ കമ്പനി ഇവിടുത്തെ ജനതയെ അവർ ഉപയോഗിച്ചതിൻ്റെ ഫലവും കൂടിയാണ് ഇത്ര വലിയ ഒരു മോർട്ടാലിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് കാണാതിരുന്നുകൂടാ. മനുഷ്യനെ കൊണ്ട് നിർബന്ധപൂർവം ജോലികൾ ചെയ്യിക്കുന്നതിനും കൂലി കൊടുക്കാതിരിക്കുന്നതിനും കൂലിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതിനും അതുപോലെ തന്നെ കരം ഈടാക്കുന്നതിനും അവർ കാണിച്ച ആ ക്രൂരതയാണ് ഒരു വലിയ മനുഷ്യ നാശത്തിലേക്ക്, മരണത്തിലേക്ക് ആ ജനതയെ, വിശേഷിച്ച് നമ്മുടെ ദക്ഷിണേന്ത്യയെ കൊണ്ടെത്തിച്ചത്. ബ്രിട്ടീഷ് പ്രസിഡൻസിൻ്റെ കീഴിൽ വരുന്ന തമിഴ്നാട്, കർണാടക, ആന്ധ്രയുടെ ഒരു ഭാഗങ്ങൾ, അങ്ങനെ ഏകദേശം 7,70,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഈ ക്ഷാമത്തിൻ്റെ പിടിയിൽ അമർന്നുപോയി. മൺസൂണിൻ്റെ വ്യതിയാനം 149 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് വളരെ കൂലങ്കുഷമായി ചിന്തിക്കുകയും പഠിക്കുകയും പരിഹാരങ്ങൾ കാണാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇവിടെ മൺസൂൺ ഇല്ലാതെ പോയ വർഷങ്ങളുണ്ടായിട്ടുണ്ട് എന്ന ഒരു അറിവും തിരിച്ചറിവും ഈ വലിയ ക്ഷാമവും അതേ തുടർന്നുണ്ടായ ഈ വരൾച്ചയെയും ഈ വലിയ ക്ഷാമത്തെയും മരണത്തെയും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു ഗവൺമെൻറ് ആ ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ച ക്രൂരമായ ഒരു നടപടിയുടെ ഭാഗം എന്നോണമാണ് ഈ വലിയ ഒരു മൃത്യു ഈ കാലയളവിൽ നമ്മുടെ രാജ്യത്ത്, വിശേഷിച്ച് സൗത്ത് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്ന ആ കാലഘട്ടത്തെ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്ന ഈ സ്വത്തുക്കൾ, അത് ഭക്ഷ്യവിഭവങ്ങളായാലും മറ്റ് ധാതു വിഭവങ്ങളായാലും ഇന്ത്യയിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഒരു കമ്പനി അത് അവരുടെ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ, കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ ഒരു ഭവിഷ്യത്തിൻ്റെ ഒരു നേർക്കാഴ്ച അല്ലെങ്കിൽ നേർചിത്രം നമുക്ക് ഈ 1876 ഈ ക്ഷാമ കെടുതിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ബ്രിട്ടീഷ് രാജ്ഞി, അന്നത്തെ വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണവുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ വലിയ ആഘോഷ പരിപാടികളിൽ ഏർപ്പെടുന്ന വേളയിലാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നമ്മൾ പറയുന്ന ഇത് ഗ്രേറ്റ് ഫാമിൻ ഇൻ സൗത്ത് ഇന്ത്യ, അല്ലെങ്കിൽ ദി ഗ്രേറ്റ് ഫാമിൻ ഇൻ മദ്രാസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വലിയ ഒരു മനുഷ്യ മരണം, ക്ഷാമം, പട്ടിണി, ഈ കെടുതി ഈ നാട്ടിലുണ്ടായത് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇവിടെ നിന്ന് ഈ ക്ഷാമകാലത്ത് ഏകദേശം 3.25 ലക്ഷത്തോളം ടൺ ഭക്ഷ്യവിഭവങ്ങൾ ബ്രിട്ടനിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയ ഒരു സാഹചര്യവും അന്ന് നിലവിലുണ്ടായിരുന്നു. ഇത് നമ്മളെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് അഥവാ ദേശീയ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിനും ഇത് കാരണമായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഏതായാലും ഇത്ര വലിയ ഒരു മോർട്ടാലിറ്റിയുടെ പരിണതഫലം, ആഫ്റ്റർ എഫക്റ്റ്, നമ്മുടെ പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന അതിൽ നിന്നുള്ള ഒരു ജനതയുടെ വിമോചനം, ആ ജനതയുടെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അവർ
അതിന് സ്വീകരിച്ച അതിൻ്റെ ഫലങ്ങൾ, അല്ലെങ്കിൽ അതുമൂലം സംഭവിച്ച മറ്റ് പ്രവൃത്തികൾ, ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർ ഹൂപ്പർ എടുത്ത ഏതാനും ചിത്രങ്ങളാണ് ഈ വലിയ കെടുതിയുടെ ഒരു ആഴം നമുക്ക് ഇന്ന് ഒളിവാക്കി തരുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ചരിത്രത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും രേഖപ്പെടുത്താനും കഴിയാതെ പോയത് വലിയ ഒരു ചരിത്രത്തോടുള്ള നീതി നിഷേധം എന്ന നിലയിൽ നമുക്കതിനെ കാണാതിരുന്നുകൂടാ. ഏതായാലും നിരവധി രാഷ്ട്രീയ തീരുമാനങ്ങളും ഒരു ഗവൺമെൻറ്റിനെ, ഒരു ജനതയെ ലാഭേച്ഛമൂത്ത ഒരു കമ്പനി എപ്രകാരം കൈകാര്യം ചെയ്തു എന്നതിൻ്റെ മകുടോദാഹരണം കൂടിയാണ് ഈ 1876 ഈ വലിയ ക്ഷാമം നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളും മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇതുമൂലമുണ്ടായ അതിൻ്റെ പരിഹാര മാർഗങ്ങളും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ, അടുത്ത വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാം.